പൊന്നിൻ തിളക്കം ഓരോ മണവാട്ടിയെയും കൂടുതൽ സുന്ദരിയാക്കുന്നു. സർവൈശ്വര്യങ്ങളും നിറഞ്ഞ പൊന്നാണെങ്കിലോ അവളെ ഐശ്വര്യവതിയുമാക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ സർവൈശ്വര്യ പൊന്ന് എവിടെ ഉണ്ടെന്ന്? 100 വർഷത്തിലധികമായി നമ്മുടെ മംഗള മുഹൂർത്തങ്ങളെ സർവൈശ്വര്യങ്ങൾ കൊണ്ട് നിറച്ച എ ഗിരിപ്പായ് ജ്വല്ലറി MG റോഡ് ഷോറൂമിലുണ്ട്. ഏറ്റവും നല്ല സ്വർണം, ഏറ്റവും നല്ല ഡിസൈൻസ്. The spirit of eternity. A Giripai Jewelry near Patma Junction, MG Road, Ernakulam. न माधवः समो देवो न च मध्वसमो गुरुः न तद्वाक्यसमं शास्त्रं न च तस्य समः पुमान् भीमसेन समो नास्ति सेनयोरुभयोरपि पटुत्वे च शूरत्वे च बलेऽपि च बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगता अजाड्यं वाक्पटुत्वं च ഹനുമത്സ്മരണാത് ഭവേത്. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കൊച്ചി രാജ്യപ്രമാണിമാരുടെ സഹായത്താൽ വ്യാപാരം നടത്തിവന്നിരുന്ന ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പരിശ്രമഫലമായി ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും ആഗമോക്ത പ്രകാരമുള്ള പൂജാവിധികളാലും പ്രസിദ്ധിയാർജിച്ച ഒരു മഹാക്ഷേത്രമാണ് കൊച്ചി തിരുമല ദേവസ്വം ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ വെങ്കടേശ്വര വിഗ്രഹത്തിന്റെ ഉൽപ്പത്തിയെയും ഈ വിഗ്രഹം ക്ഷേത്രത്തിൽ വന്നു ചേരുവാനിടയായ സംഭവങ്ങളെയും ദൃശ്യകഥാരൂപത്തിൽ ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു. ശ്രീ വെങ്കടേശായ നമഃ. वेंकटेश पाहि पाहि पद्मजापते वेंकटेश पाहि पाहि पद्मजापते 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 वेंकटेश पाहि पाहि पद्मजापते. वसुंधरावरा यशोदकंदरा वसुंधरावरा यशोदकंदरा मदन जनक कंस जया कौस्तुभाधरा मदन जनक कंस जया कौस्तुभाधरा वेंकटेश पाहि पाहि पद्मजापते. विजय सारथे
വരാഹമൂർത്തേ. പണ്ട് സൂര്യവംശത്തിൽ ജനിച്ചവനും ചോളദേശാധിപതിയും പ്രജാപരിപാലകനും ധർമാനുസാരം നടത്തുന്നവനുമായ നരസിംഹൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആസീത് കിലാന്ദ്ര നൃപതിർനരസിംഹനാമ ശേഷാദ്രിനാഥ പദരേണു പവിത്രമൗലി നിന്യേ സ്വരാജ ജനതാ ശ്രുതി മാർഗതോസോ നാരായണ സ്മരണ വ്യസ്തമനാപി സാധു. മഹാവിഷ്ണുവിൽ ദൃഢഭക്തിയുള്ളവനും ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവനുമായ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകൾ അതീവ സന്തുഷ്ടരായിരുന്നു. കലിയുഗ വരദനായ ശ്രീ വെങ്കിടാചലപതിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അചഞ്ചല ഭക്തി ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ അനുദിനം വർദ്ധിച്ചു വന്നു. ശ്രീശേഷശൈല സുനികേതന ദിവ്യമൂർത്തേ നാരായണാച്യുത ഹരേ നളിനായതാക്ഷ നീലാകടാക്ഷ പരിരക്ഷിത സർവലോക ശ്രീവെങ്കടേശ മമ ദേഹി കരാവലംബം. പ്രഭു വെങ്കിടേശ, നമ്മുടെ വാർദ്ധക്യ സഹജമായി വന്നിട്ടുള്ള അവശത തവ ദർശനത്തിന് വിഘ്നമായി ഭവിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആഘാതമേൽപ്പിച്ച് പരീക്ഷിക്കുകയാണോ ദേവ? വിനാ വെങ്കടേശം നനാഥോ നനാഥ സദാ വെങ്കടേശം സ്മരാമി സ്മരാമി. ഹരേ വെങ്കടേശ പ്രസീദ പ്രസീദ. പ്രിയം വെങ്കടേശ പ്രയച്ഛ പ്രയച്ഛ. പ്രഭു നാരായണ, നിരാമയ, എന്റെ വിദൂരയാത്ര കൊണ്ട് അനുഭവപ്പെടുന്ന ദേഹാസ്വസ്ഥ്യം അവിടുത്തെ ദർശനത്തിന് തടസ്സമായി വരുന്നു. എങ്കിലും ഭക്തവത്സലനായ അവിടുത്തെ പ്രഭാരൂപത്തെ വിസ്മരിക്കുവാൻ എനിക്ക് കഴിയാതായിരിക്കുന്നു. ഈ ദിവ്യ തേജസ് എന്നും ദർശിക്കുവാൻ ഒരു മാർഗം നിർദ്ദേശിച്ചാലും. മഹാബാഹു, അങ്ങ് ബുദ്ധിമാനും ധീരനുമാണ്. ദുഃഖത്തെയും ശോകത്തെയും ത്യജിച്ച് നമ്മെ ആരാധിക്കുവാനായി ഇത്രയും ദൂരയാത്ര ചെയ്ത അങ്ങയുടെ നിർമ്മല ഭക്തിയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങയുടെ ദർശനത്താൽ തന്നെ എന്നിൽ സുഹൃതം ഭവിച്ചിരിക്കുന്നു. ഇനി മറ്റുള്ള വരങ്ങൾ എന്തിനാണ് ദേവ? ഹേ രാജൻ, സന്തോഷപൂർവം താങ്കൾ രാജധാനിയിലേക്ക് മടങ്ങുക. യോഗ്യമായ രീതിയിൽ രാജധാനിയായ വിദ്യാനഗരത്തിൽ
ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുക. യഥാസമയത്ത് ഒരു ശില്പി അവിടെ വന്നു ചേരുന്നതും നമ്മുടെ വിഗ്രഹം നിർമ്മിച്ചു നൽകുന്നതുമായിരിക്കും. ആ വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുക. ഭഗവാൻ, ഞാൻ കേട്ടത് സത്യമോ അതോ എന്റെ മനസ്സിന്റെ വിഭ്രാന്തിയോ? മന്ത്രി പുങ്കവ, നമ്മുടെ കൊട്ടാരത്തിന് സമീപം യോഗ്യമായ രീതിയിൽ ഒരു ക്ഷേത്രം പണിയുന്നതിന് വേണ്ട നടപടികൾ ഉടൻ ആരംഭിക്കൂ. പ്രഭു, നമ്മുടെ രാജധാനിക്ക് സമീപം ക്ഷേത്രമോ? ഇത് ഭഗവത് ആജ്ഞയാണ്. അത് നാം നടപ്പാക്കുന്നതെന്നേയുള്ളൂ. ചിത്രപ്പണികളാലും കമാനങ്ങളാലും ശോഭിക്കുന്നതും വിമാനാകൃതിയായ ശ്രീകോവിലും സപ്തപ്രകാര മാതൃകയിലുള്ള അതിമനോഹരമായ ക്ഷേത്രം തന്നെയാണ് നമ്മുടെ മനസ്സിൽ. ഏറ്റവും മികച്ച ശില്പികളെ വരുത്തി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉടനടി ആരംഭിക്കുവാൻ നാം കൽപ്പിക്കുന്നു. കൽപ്പന പോലെ. ക്ഷേത്ര നിർമ്മാണം നാം പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ തീർന്നിരിക്കുന്നു. ഇതിന്റെ സന്തോഷ സൂചകമായി ശില്പികൾക്കും സഹായികൾക്കും വേണ്ടത്ര പാരിതോഷികങ്ങൾ നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഉത്തരവ് പോലെ പ്രഭു. പക്ഷേ അടിയന് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. എന്താണ് പ്രഭു? ക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റി മാത്രമേ അങ്ങ് കൽപ്പന നൽകിയിട്ടുള്ളൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹത്തെപ്പറ്റി അങ്ങ് അരുളി ചെയ്തിട്ടില്ല. ഭഗവാൻ അരുളി ചെയ്തത് പ്രകാരം വിഗ്രഹം നിർമ്മിക്കാനുള്ള ശില്പി ഉടൻ വന്നു ചേരും. ദേവകൽപ്പനയിൽ നമുക്കൊട്ടും തന്നെ സന്ദേഹമില്ല. ഭഗവാൻ നമ്മെ ഇനിയും പരീക്ഷിക്കുകയാണോ? രാജ്ഞപ്രദത്തം വരമേഷ കർത്തും ബ്രഹ്മേശ ശക്രൈരപി ക്ലേശഗമ്യ വാത്സല്യപൂർണ സ്വയമാജഗാമ പടുശില്പി രൂപി നരസിംഹഹർമ്മ്യം. ഉദ്യദർക്ക ശതതേജഭാസുരം ശ്വേത വസ്ത്രസിത പുഷ്പമാല്യകൗ മാനഹസ്തകര സൂത്രധാരകം ശ്രീഹരി ജയതി രൂപമദ്ഭുതം. പ്രഭോ, അങ്ങയെ ദർശിക്കുന്നതിനായി രാജകവാടത്തിൽ ഒരു ശില്പി ആഗതനായിരിക്കുന്നു. ശില്പിയോ? അത്ഭുതം തന്നെ. ഉടൻ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരൂ. പ്രഭോ, ഞാൻ ദേവനന്ദൻ. അങ്ങയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം നിർമ്മിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശില്പിയാണ്. ഹേ ദേവനന്ദ, അങ്ങേക്ക് നമ്മുടെ പ്രണാമം. ഇവിടെ നടന്നുവരുന്ന ക്ഷേത്ര നിർമ്മാണവും അതിനുള്ള പ്രചോദനവും നാം ആരാധിക്കുന്ന വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ്. അതിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിന്റെ രൂപവും ഭാവവും ഭഗവാന്റെ ഹിതപ്രകാരം അങ്ങയുടെ മനസ്സിൽ എങ്ങനെ ഉദിക്കുന്നുവോ അപ്രകാരം തന്നെ വേണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പ്രഭോ, ശില്പനിർമ്മാണത്തിനുള്ള ലോഹങ്ങളും ഇതര ദ്രവ്യങ്ങളും സ്വസ്ഥമായി ജോലി നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും യഥോചിതം ലഭ്യമാക്കിയാലും ഇന്നേക്ക് 41-ാം നാൾ പ്രതിഷ്ഠാവിഗ്രഹം പൂർത്തിയാക്കി നൽകുന്നതാണ്. അപ്രകാരമായിക്കോട്ടെ. താങ്കൾ ശില്പനിർമ്മാണം ആരംഭിച്ചാലും. മന്ത്രി, ശില്പി പറഞ്ഞ 41 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ശില്പം പൂർത്തിയായിട്ടില്ലേ? എന്ത് ധിക്കാരമാണിത്? പ്രഭു,
അടിയനും അത് തന്നെ ചിന്തിച്ചുപോയി. ഇത്രയും ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ശില്പി അങ്ങയെ മുഖം കാണിക്കുകയോ ശില്പനിർമ്മിതിയുടെ പുരോഗതി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ശില്പിയുടെ അഹങ്കാരമായി എനിക്ക് തോന്നി പ്രഭു. ആരെവിടെ? ഈ ഗൃഹത്തിന്റെ കതകുകൾ തുറക്കൂ. നമസ്തേസ്തു മഹാബാഹോ സ്ഫുരൻ മകരകുണ്ടല ശാന്തായ വിശുദ്ധായ മൂർത്തയേ ഭക്തവത്സല. മന്ത്രി, ശില്പിയുടെ ചാതുര്യം നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. എവിടെ അദ്ദേഹം? പ്രഭു, ശില്പിയെ ഇവിടെങ്ങും കാണാനേയില്ല. സംശയിക്കേണ്ട രാജൻ. വിഗ്രഹരൂപിയും ഞാൻ തന്നെ, ശില്പിയും ഞാൻ തന്നെ. പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തും. ഭഗവാൻ, ഞാൻ ധന്യനായിരിക്കുന്നു. അങ്ങയുടെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തവും അവിടുന്ന് തന്നെ കൽപ്പിച്ചാലും. ഉത്തരായണത്തിൽ ചൈത്രത്തിലെ യോജ്യമായ ദിവസം എന്റെ ആജ്ഞപ്രകാരം ആകാശത്തു നിന്നും ദേവന്മാർ ദുന്ദുഭീനാദം മുഴക്കും. അതായിരിക്കും ശുഭമുഹൂർത്തം. ഭഗവാൻ അരുളി ചെയ്ത ദിനമാണിന്ന്. രാജ്യം മുഴുവൻ ആ ദുന്ദുഭീനാദത്തിനായി കാതോർക്കുകയാണ് പ്രഭു. പുരോഹിത, ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ദുന്ദുഭിനാദം മുഴങ്ങിയിരിക്കുന്നു. പ്രതിഷ്ഠാ കർമ്മങ്ങൾ ആരംഭിച്ചാലും. തീർച്ചയായും ഇത് തന്നെയാണ് ശുഭമുഹൂർത്തം. ഗ്രഹാവൈ പ്രതിഷ്ഠാ സൂക്തം തത്പ്രതിഷ്ഠിതതമയാ വാചാ സംസ്തവ്യം തസ്മാദ്യദ്യപി ദൂര ഇവ പശൂൻ ലഭത്തെ ഗ്രഹാനൈവേനാനാജിഗമിഷതി ഗ്രഹാഹി പശൂനാം പ്രതിഷ്ഠാ പ്രതിഷ്ഠാ സുപ്രതിഷ്ഠിതമസ്തു. മഹാരാജൻ, നമുക്ക് അബദ്ധം പിണഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ദുന്ദുഭിനാദം ഇപ്പോഴാണ് കേട്ടത്. നാമം അത് ശ്രദ്ധിച്ചിരിക്കുന്നു. ദേവ, ഞങ്ങളെ വീണ്ടും പരീക്ഷിക്കുകയാണോ? ഞങ്ങളുടെ പരിശ്രമങ്ങൾ വൃഥാവിലായല്ലോ. എന്താണ് അതിനുള്ള കാരണം? എന്ത് പിഴവാണ് ഞങ്ങളിൽ നിന്നുണ്ടായത്? ഭക്തോത്തമ, താങ്കളാൽ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാനുള്ളത് ഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചു പോയ പിഴവുകൾക്ക് പരിഹാരം കൽപ്പിച്ചരുളിയാലും. ഇതിന് പരിഹാരമൊന്നും തന്നെയില്ല. ഇവിടെ സംഭവിച്ചത് കാലത്തിന്റെ നിയമമാണ്. എന്റെ ഇവിടുത്തെ പ്രതിഷ്ഠ സ്ഥിരമായിരിക്കുന്നതല്ല. കാലാന്തരത്തിൽ സഖ്യാദ്രിക്കപ്പുറം പശ്ചിമ തീരത്ത് ഗോശ്രീപുരം എന്ന നഗരത്തിൽ ഞാൻ വസിക്കുന്നതാണ്. രാജൻ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. ഇനി പ്രവർത്തിക്കാനുള്ളതിനെക്കുറിച്ച് ബോധവാനാകൂ. നീതിമാനും ധർമ്മിഷ്ഠനും ശ്രീ വെങ്കിടാചലപതി ഭക്തനുമായിരുന്ന നരസിംഹരാജാവ് സ്വർഗാരോഹണം ചെയ്തു. അനന്തരം നരസിംഹരാജാവിന്റെ പിന്തുടർച്ചാവകാശികളുടെ വികലമായ ഭരണത്തിൻ കീഴിൽ വിദ്യാനഗരവാസികൾ ആചാരങ്ങൾ വെടിഞ്ഞ് അധർമ്മികളും അലസന്മാരുമായി മാറിത്തുടങ്ങി. രാജ്യത്ത് ക്ഷാമവും ദാരിദ്ര്യവും കടന്നുകൂടി. അനാചാരത്തിന്റെ വേരുകൾ ഭക്തവത്സലനായ വെങ്കിടാചലപതി വാണരുളുന്ന ക്ഷേത്രത്തിലുമെത്തി. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് മുടക്കം വരികയും നിത്യനിദാനം വരെ നടത്താൻ നിർവാഹമില്ലാതാവുകയും ചെയ്തു. ബ്രാഹ്മണോത്തമ, നിദ്രയെ വെടിയൂ. അടിയന്തരമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് ആര്? ബ്രഹ്മൻ. ആത്മസംയമനത്തോടെ വീക്ഷിക്കൂ. ഭഗവാൻ ക്ഷമിച്ചാലും ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന്
അരുളിയാലും ഗ്രാമവാസികളുടെ അധർമ്മ പ്രവൃത്തിയാലും അനാചാരങ്ങളുടെ ഫലമായും ഈ ക്ഷേത്രവും നഗരിയും ഉടൻ അഗ്നിക്കിരയാക്കുന്നതാണ്. അതിനു മുൻപ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ അവിടെ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കണം. സജ്ജനപ്രിയനായ ഭഗവാനെ, അങ്ങയുടെ കൽപ്പന ശിരസാ വഹിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കാൻ ഞാൻ അശക്തനാണ് പ്രഭു. അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ നിന്നും 2 യോജന വടക്കുമാറി ഒരു കിണറ് കാണാം. അതിൽ ഈ വിഗ്രഹം നിക്ഷേപിക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങയ്ക്കൊരു ദോഷവും സംഭവിക്കുന്നതല്ല. നമ്മുടെ അനുഗ്രഹം എപ്പോഴും അങ്ങേക്കുണ്ടായിരിക്കും. പുതിയ മാലയാ? കമ്മലും. ഏത് ജ്വല്ലറിന്നാ? Can you guess? ഒരു ക്ലൂ? 3 ക്ലൂ. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ജ്വല്ലറി, ഏറ്റവും നല്ല ഡിസൈൻസ് ലഭിക്കുന്ന, സർവൈശ്വര്യ പൊന്ന് ലഭിക്കുന്ന MG Road showroom. Yes. The Spirit of Eternity, A. Giri Pike Jewelry, near Patma Junction, MG Road, Ernakulam. കുംഭകോണ മഠാധിപതിയായ സന്യാസി ശ്രേഷ്ഠൻ തന്റെ ദേശാടന സമയത്ത് ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചു മടങ്ങും വഴി വിദ്യാനഗരത്തിനു സമീപം വന്ന് താമസിക്കുകയുണ്ടായി. യതിശ്രേഷ്ഠ, ഞാനിപ്പോൾ അന്ധകാരമയമായ ഒരു കിണറ്റിൽ വസിക്കുകയാണ്. നമ്മുടെ വിഗ്രഹത്തെ അവിടെ നിന്നും ഉദ്ധരിച്ച് വേണ്ട പോലെ ആരാധിക്കുന്നതായാൽ അങ്ങേക്ക് ജഗത്തിൽ കീർത്തിയും നാനാപ്രകാരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. കിണറ്റിലേക്കുള്ള മാർഗത്തിൽ താങ്കളെ നയിക്കുവാൻ നാം ആളെ നിയോഗിച്ചിട്ടുണ്ട്. യതിവര്യ, പ്രണാമം. ഒരു വിഷയം അങ്ങയുടെ സമക്ഷം അറിയിക്കുവാനുണ്ട്. ഇവിടെ നിന്ന് 2 യോജന മാറി ഉപയോഗശൂന്യമായ കിണറ്റിൽ അതീവ ചൈതന്യമുള്ളൊരു വിഗ്രഹമുള്ളതായി കാണുന്നു. അതിനെ അവിടെ നിന്നും ഉദ്ധരിച്ച് പൂജിക്കുന്നതായാൽ തൃപ്പാദങ്ങൾക്ക് കീർത്തിയും യശസ്സും ലഭിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. താങ്കൾ കേവലം ഭിക്ഷാന്തേഹി മാത്രമോ? താങ്കളുടെ രൂപവും സംസ്കാരസമ്പന്നമായ ഭാഷാചാതുര്യവും തമ്മിൽ വളരെ അന്തരമനുഭവപ്പെടുന്നു. ഒരു നിയോഗമാണ് ഈ രൂപത്തിന് കാരണം. അങ്ങയെ കൂപമുള്ള സ്ഥലത്തേക്ക് നയിക്കാൻ ഒരു വഴികാട്ടി സമയത്തെത്തിച്ചേരുന്നതായിരിക്കും. ഹേ സർപ്പമേ, നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നുവോ? മാറിപ്പോകൂ, മാറിപ്പോകൂ. യതിവര്യ, ഞാൻ അങ്ങയ്ക്ക് തടസ്സമായി വന്നതല്ല. ഇന്നലെ രാത്രിയിൽ അങ്ങയ്ക്ക് ദേവദർശനം ലഭിച്ചതായി ഞാൻ അറിയുന്നു. അതിൻ പ്രകാരം കിണറുവരെ അങ്ങയ്ക്ക് വഴികാട്ടാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവനാണ് ഞാൻ. എന്റെ കർമ്മം ചെയ്യുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. അക്കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ഞാൻ ചിന്തിച്ചതേയില്ല. കൽപ്പന പോലെ എന്നെ മാർഗത്തിലേക്ക് നയിച്ചാലും. ബ്രാഹ്മൺ, എന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. എനിക്ക് വിട തന്നാലും. സദാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാഗം
ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മുകുന്ദ, നിങ്ങൾ കിണറ്റിലേക്ക് ഇറങ്ങുക. വിശേഷപ്പെട്ടൊരു വസ്തു അതിലുള്ളതായി നാം കാണുന്നു. അതിനെ വീണ്ടെടുത്താലും. ആനന്ദ മുകുന്ദ അരവിന്ദ നയന ആനന്ദ തീർത്ഥ പരാനന്ദ വരദ സുന്ദരി മന്ദിര ഗോവിന്ദ വന്ദേ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ ചന്ദ്ര സുരേന്ദ്ര സുവന്ദിത വന്ദേ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ ചന്ദ്രക മന്ദിര നന്ദക വന്ദേ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ വൃന്ദാരക വൃന്ദ സുവന്ദിത വന്ദേ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ ആനന്ദ തീർത്ഥ പരാനന്ദ വരദ. യാത്രാമധ്യേ സ്വാമികൾ ഗോശ്രീപുരം എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ എത്തിച്ചേരുന്നു. ഗൗഡ സാരസ്വതരുടെ കേരളത്തിലെ പ്രധാന ആസ്ഥാനമായ ഗോശ്രീപുരം ഗ്രാമത്തിലെ ഭരണാധികാരിയും പ്രഭുവും സാംസ്കാരിക പ്രമാണിയുമായിരുന്ന മാളപ്പയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗ്രാമവാസികൾ സ്വാമിജിയെ സന്ദർശിച്ച് നിവേദനം നൽകി. യതിവര, അങ്ങയുടെ ആഗമനം കൊണ്ട് ഈ ഗോശ്രീപുരവാസികൾ ധന്യരായിരിക്കുന്നു. ഞാൻ ഗോശ്രീപുരം ഗ്രാമാധിപനായ മാളപ്പൈ ഗ്രാമവാസികൾക്ക് വേണ്ടി സ്വാമിജിയുടെ ചരണങ്ങളിൽ ആമന്ത്രണപത്രം സമർപ്പിക്കുന്നു. ഗോശ്രീപുരവാസികളുടെ സ്വീകരണത്തിൽ വളരെ സന്തോഷം. നാം കുംഭകോണ മഠാധിപതി വിജയേന്ദ്ര തീർത്ഥ ഭാരത പര്യടനം നടത്തിയ ശേഷം ഇവിടെ വന്നു ചേർന്നു. സ്വാമി, തൃപ്പാദങ്ങൾക്ക് പൂജാദികളും വിശ്രമത്തിനും വേണ്ടതുമായ സൗകര്യങ്ങളെല്ലാം തന്നെ അടുത്തുള്ള ക്ഷേത്ര സങ്കേതത്തിൽ ഒരുക്കുന്നതിന് യാതൊരു വൈഷമ്യവുമില്ല. ദയവായി ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാലും. താങ്കളുടെ ഹിതം പോലെ. ആ പ്രധാന വിഗ്രഹത്തിന്റെ തേജസ് കണ്ടോ? എന്താ പ്രഭ! അതെ അതെ, വെങ്കിടാചലപതിയുടെ തേജസ് അതേപടി നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ. ഭഗവാൻ, അങ്ങയുടെ പൂജാ സമുച്ചയത്തിൽ അപൂർവ തേജസ്സുള്ളതും ചൈതന്യവത്വമായ ഒരു വിഗ്രഹത്തെ ഞങ്ങൾ ദർശിച്ചു. അതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മാളപ്പ, അതൊരു മഹത് സംഭവം തന്നെയാണ്. തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിലെ പ്രതിഷ്ഠാരൂപിയായ സാക്ഷാൽ ശ്രീവെങ്കിടാചലപതി ഭഗവാൻ തന്നെ നമുക്കനുഗ്രഹിച്ച് നൽകിയതാണ് ഈ വിഗ്രഹം.
സ്വാമി, ഈ വിഗ്രഹത്തെ ദർശിച്ചതു മുതൽ ഗോശ്രീപുരവാസികൾക്കിടയിൽ ഒരാഗ്രഹം, അത് അത്യാഗ്രഹമാണെന്ന് തൃപ്പാദങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ. മാളപ്പ, മറയില്ലാതെ കാര്യം പറഞ്ഞോളൂ. സ്വാമി, അനന്ത തേജസ്വിയായ വെങ്കിടാചലപതി വിഗ്രഹത്തെ അങ്ങയുടെ മനസ്സ് കനിഞ്ഞ് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ വിഗ്രഹത്തിനെ യഥോചിതം പൂജിച്ച് ആരാധിക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം തോന്നുന്നു. വിഗ്രഹത്തെ നിങ്ങൾക്ക് നൽകുകയോ? അസാധ്യം തന്നെ. യാതൊരു കാരണവശാലും ഈ വിഗ്രഹം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്കാവില്ല. നിങ്ങളുടെ ആഗ്രഹം അടക്കുക. യതിശ്രേഷ്ഠ, ഇത് വെറും ആഗ്രഹം മാത്രമല്ല, പ്രതിജ്ഞ കൂടിയാണ്. ഈ വിഗ്രഹം ഗോശ്രീപുരവാസികൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് യഥാവിധി സംസ്കാരത്തോടുകൂടി പ്രതിഷ്ഠ നടത്തി മഹാക്ഷേത്ര മാതൃകയിൽ ആ സ്ഥാനം നിർമ്മിച്ച് യാതൊരു ന്യൂനതയും വരുത്താതെ പരിപാലിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, വിജയേന്ദ്ര തീർത്ഥ സ്വാമി തൃപ്പാദങ്ങളെ ഞങ്ങളുടെ ആത്മീയ ഗുരുസ്ഥാനം നൽകി പൂജിക്കുന്നതിനും ഞങ്ങൾ മനസ്സാ സന്നദ്ധരുമാണ്. നിങ്ങളുടെ ഉത്തമമായ മനസ്ഥിതിയെ നാം മാനിക്കുന്നു. എന്നാൽ ഒരു മഠാധിപതി പൂജിക്കുന്നതായ വിഗ്രഹത്തെ മറ്റൊരു സമുദായത്തിന് നൽകുക എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഗുരുവര, മറ്റൊരു സമുദായമെന്ന് തൃപ്പാദങ്ങൾ അരുളിയത് ശരി തന്നെ. എന്നാൽ മാധ്വ സിദ്ധാന്തി അനന്തതീർത്ഥ സ്വാമികളെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ തത്വങ്ങൾ അനുഷ്ഠിക്കുകയും ആചരിക്കുകയുമാണ് ഞങ്ങൾ. മാത്രവുമല്ല, ഈ വിഗ്രഹത്തിന് പകരം കാണിക്കയായി എന്തു തന്നെ അങ്ങ് പറഞ്ഞാലും അതെല്ലാം അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. മാളപ്പ, നാം ഒരു സന്യാസിയാണെന്നുള്ള കാര്യം താങ്കൾ വിസ്മരിക്കുന്നു. നമുക്കെന്തിനാണ് ദ്രവ്യവും ധാന്യവും? താങ്കളുടെ വിലപേശലിന് അല്പം അഹംഭാവത്തിന്റെ ധ്വനിയില്ലേ എന്നൊരു സന്ദേഹം. ഗുരു, അടിയനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങയോട് വിലപേശാൻ മാത്രം നമ്മുടെ ബോധം മങ്ങിയിട്ടില്ല. ഈ വിഗ്രഹം ഞങ്ങൾക്ക് കൈമാറുന്നത് കൊണ്ട് അങ്ങയുടെ കീർത്തിയും യശസ്സും വർദ്ധിക്കുകയുള്ളൂ. സ്വാമി, ഈ വിഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ എന്തും നൽകാം. ശരി, മാളപ്പന് അത്ര നിർബന്ധമാണെങ്കിൽ വിഗ്രഹം നിങ്ങൾക്ക് കൈമാറാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. പറയൂ സ്വാമി, എന്തു വ്യവസ്ഥയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാം ഈ വിഗ്രഹത്തെ ഒരു തളികയിൽ സ്ഥാപിക്കുന്നതാണ്. താങ്കൾ ഇതിന്റെ പാദം മുതൽ മകുടാന്തം വരെ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തണം. മകുടം നാണയത്താൽ മൂടിക്കഴിഞ്ഞാൽ വിഗ്രഹം നിങ്ങൾക്ക് കൈമാറാം. ഗുരുവര, താങ്കളുടെ വ്യവസ്ഥ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. കനകാഭിഷേകമാണ് തൃപ്പാദങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഒരാൾ തന്നെ അത് നടത്താൻ ധാരാളം. ഇപ്പോൾ തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താം. ആരവിടെ? എന്റെ വീട്ടിലിരിക്കുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവരൂ. മാളപ്പ, ഭഗവാന്റെ മകുടം ഇപ്പോഴും ഉയർന്നു കാണുന്നുവല്ലോ. ഇനിയും മാളപ്പന്റെ വസതിയിൽ സ്വർണം ബാക്കിയിരിപ്പുണ്ടോ അഭിഷേകത്തിന്? ഇതുവരെ ഇനിയൊന്നും എന്റെ കയ്യിൽ ബാക്കിയിരിപ്പില്ല. എന്റെ മനസ്സിൽ. മാളപ്പ, ഇതൊക്കെ ഭഗവാന്റെ ഓരോ പരീക്ഷണമാണ്. ഒരു വ്യക്തിയുടെ മാത്രം സ്വന്തമായിരിക്കുവാൻ ഭഗവാന് താല്പര്യമില്ല. സ്വാമി, ഇനിയും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം കണ്ടെത്താം. ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞ് ഞങ്ങളെന്ന കൂട്ടായ്മയെ സ്വീകരിക്കുക. ഗ്രാമവാസികളായ മഹാജനങ്ങൾ അവരുടെ ശക്തിക്കനുസരിച്ച് ദ്രവ്യം സമാഹരിച്ച് ഭഗവാൻ അർപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിലാഷം സഫലീകൃതമാകും. ഇതാണ് ഭഗവേച്ഛ. ഗോവിന്ദ ഗോവിന്ദ
നമുക്ക് വെങ്കിടാചലപതി കനിഞ്ഞു നൽകിയ ഈ വിഗ്രഹം ഇന്നു മുതൽ ഗോശ്രീപുരവാസികളായ മഹാജനങ്ങളുടേതായിരിക്കുന്നു. ഭഗവാൻ കൽപ്പിച്ച നമ്മുടെ ദൗത്യവും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ പ്രയാണം തുടരുകയാണ്. വെങ്കിടേശ്വരന്റെ പാദസ്പർശം കൊണ്ട് ധന്യരായ ഈ ഗോശ്രീപുരം ഗ്രാമത്തിലെ ജനങ്ങളെ വൈദികർ, അധികാരികൾ, ഭക്തജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്രയത്തോടു കൂടിയ മഹാജനങ്ങളെന്ന് നാം നാമകരണം ചെയ്തിരിക്കുന്നു. മാളപ്പ ഈശ്വരൻ എന്ന ചൈതന്യത്തെ സ്വയം ഉൾക്കൊണ്ട് സാക്ഷാൽ ശ്രീ വെങ്കിടാചലപതിയെ തന്നെ സ്വന്തമാക്കിയ ഗോശ്രീപുരവാസികൾ കൽപ്പാന്തകാലത്തോളം വരെ ഭഗവാന്റെ സേവകരായി വർത്തിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തെ പ്രാപിക്കട്ടെ. നിങ്ങൾക്ക് മംഗളം നേരുന്നു. श्रीमद् विजयेंद्र तीर्थ स्वामी महाराज की जय। श्रीमद् विजयेंद्र तीर्थ स्वामी महाराज की जय। श्रीमद् विजयेंद्र तीर्थ स्वामी महाराज की जय। जय देव जय देव जय वेंकटेश भक्त जनावन कामित वरदा जय देव जय देव जय देव जय देव। नृपवर संतुष्ट समतल वास धर्मच्युति क्रुद्ध गोपनिवास पूर्वादि मठयति दर्शित रूप गोश्री जन वृंद आश्चर्य लब्धा जय देव जय देव जय वेंकटेश भक्त जनावन कामित वरदा जय देव जय देव जय देव जय देव। क्षीरदधिकृत मद्वीक्ष्य स्नात कलशोदक शंख तोयाभिक्षिप्त परिमल पुष्प पत्रादि चर्चित अर्पित नैवेद्य तांबूल पृष्ठ जय देव जय देव जय वेंकटेश भक्त जनावन कामित वरदा जय देव जय देव जय देव जय देव। धृततैल दीपे नीराजयाम लक्ष्मीधर रमण प्रीतेक काम कलितापहारिं द्विजकुल विनुत सानिध्यं अत्र करोतु सर्वदा जय देव जय देव जय वेंकटेश भक्त जना